कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 166. സ്വന്തം ബലത്തിലും ആയുധപാടവത്തിലും ഏറെ അഹങ്കരിച്ചിരുന്നെങ്കിലും തന്റെ സഹോദരി രുക്മിണിയോട് രുക്മിക്ക് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ പുത്രിക്ക് രുക്മിണിയുടെ പുത്രൻ പ്രദ്യുമ്നനെ വരനായി സ്വീകരിക്കാൻ രുക്മി അനുമതി നൽകി. കൃഷ്ണൻ യാദവ കുലജാതനാണ്. യാദവ കുലം ക്ഷത്രിയ കുലത്തിനൊപ്പം നിൽക്കുന്നതല്ല എന്നിങ്ങനെയുള്ള ചിന്തയൊന്നും ആ അവസരത്തിൽ രുക്മി പ്രദർശിപ്പിച്ചതും ഇല്ല. രുക്മിയുടെ പുത്രിയിൽ പ്രദ്യുമ്നനെ അനിരുദ്ധൻ എന്ന പുത്രനുണ്ടായി. തനിക്ക് പൗത്രൻ ജനിച്ചതറിഞ്ഞ രുക്മി തന്റെ ഭാര്യയ്ക്കും അനുചരന്മാർക്കും ഒപ്പം ദ്വാരകയിലെത്തി. രുക്മിണി അത്യാഹ്ലാദവതിയായി. തന്റെ പൗത്രനെ സമ്മാനമായി പട്ടുവസ്ത്രങ്ങൾ, സ്വർണാഭരണങ്ങൾ, പശുക്കൾ, ആനകൾ എന്നിങ്ങനെ ഒട്ടേറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകി രുക്മി തന്റെ സഹോദരിയുടെ വിവാഹ സമയത്ത് താൻ പ്രദർശിപ്പിച്ച അഹങ്കാരം തിരുത്താൻ ശ്രമിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അനിരുദ്ധൻ വളർന്ന യുവാവായി. രുക്മിയുടെ മകന്റെ പുത്രി രോചനയ്ക്ക് അതികോമളനായ അനിരുദ്ധനിൽ പ്രണയം തോന്നി. സ്വയംവരത്തിൽ വെച്ച് രോചന അനിരുദ്ധനെ വരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സർവതരത്തിലും കൃഷ്ണന്റെ കുലബന്ധുവായി മാറിയ രുക്മി അനിരുദ്ധന്റെ വിവാഹം ആഘോഷപൂർവ്വം കൊണ്ടാടാൻ തന്നെ തീരുമാനിച്ചു. കൃഷ്ണനിൽ നിന്നും തനിക്ക് നിരന്തരമേൽക്കുന്ന അപമാനം മറയ്ക്കുവാൻ രുക്മി കൃഷ്ണനോടുള്ള ബന്ധങ്ങൾ ശക്തമാക്കാനാണ് ശ്രമിച്ചത്. എങ്കിലും തനിക്കേറ്റ അപമാനഭാരവും സ്വതസിദ്ധമായ അഹംഭാവവും ചേർന്ന് രുക്മിയുടെ ഉള്ളിൽ പ്രതികാരവാഞ്ച തിളച്ചുകൊണ്ടിരുന്നു. ജരാസന്ധൻ, ശിശുപാലൻ എന്നിവരെല്ലാം കൊല്ലപ്പെട്ടതോടെ ആ വിഭാഗത്തിലെ സുഹൃത് സഖ്യം ദുർബലമായി കഴിഞ്ഞിരുന്നു. ഈ സമ്മിശ്ര വികാരങ്ങളോടെയാണ് രുക്മി അനിരുദ്ധന്റെ വിവാഹവേദി ഒരുക്കിയത്. കലിംഗ രാജാവ് ഉൾപ്പെടെ രുക്മിയുടെ സുഹൃത്തുക്കളായ പല പ്രമുഖർക്കും ബലരാമനോടും ശ്രീകൃഷ്ണനോടും നീരസമുണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തോടെ ഹസ്തിനപുരിയിലെ ഭരണാധികാരി യുധിഷ്ഠിരനായി തീർന്നു. ആര്യാവർത്തത്തിന്റെ ചക്രവർത്തി യുധിഷ്ഠിരനാകട്ടെ അക്ഷരാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ കുലദൈവമായി പൂജിച്ചിരുന്നു. അതിനാൽ നേരിട്ട് ശ്രീകൃഷ്ണനോടോ യാദവ കുലത്തോടോ യാതൊരു സംഘർഷത്തിനും ആരും ഒരുമ്പിടുമായിരുന്നില്ല. അങ്ങനെ അനിരുദ്ധന്റെ വിവാഹവേദിയിൽ എല്ലാവരും ശ്രീകൃഷ്ണനെയും യാദവരെയും പൂജിച്ചു. ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഒരു നോക്ക് കാണാൻ ഭോജകടത്തിലെ പ്രജകൾ പോലും വഴിയോരത്ത് കാത്തുനിന്നു. ഭോജകടത്തിന്റെ ഭരണാധികാരിയായ രുക്മി വീണ്ടും തീർത്തും നിസ്തേജനായി. ഇങ്ങനെ രുക്മിയുടെ ദുരവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ കലിംഗ രാജാവ് രുക്മിയെ സമീപിച്ചു. ബലരാമനെ ചൂതിനു വിളിക്കാൻ ഉപദേശിച്ചു. ബലരാമന് ചൂത് വലിയ നിശ്ചയമില്ലെന്നും അതിനാൽ ചൂതിൽ തോൽപ്പിച്ച് അപമാനിക്കാമെന്നും അവർ പദ്ധതിയിട്ടു. ക്ഷണം സ്വീകരിച്ച് ബലരാമൻ ചൂതിനു വന്നു. കലിംഗ രാജാവിന്റെ ഊഹം ശരിയായിരുന്നു. ഓരോ കളിയിലും ബലരാമൻ തോറ്റു. ഓരോ തോൽവിയിലും കലിംഗരാജാവിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടിയിരുന്നവർ ബലരാമനെ മുൻ നിശ്ചയപ്രകാരം കണക്കറ്റ് അപഹസിച്ചുകൊണ്ടേയിരുന്നു. ചൂതുകളി ക്ഷത്രിയർക്ക് പറഞ്ഞിരിക്കുന്ന കളിയാണ്, അല്ലാതെ കാലിക്കോലും പിടിച്ചു നടക്കേണ്ടവർക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അടുത്തയാൾ ഏറ്റുപിടിച്ച് സ്വയംവര മണ്ഡപത്തിൽ ഒളിച്ചു കയറി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാമർഥ്യമൊന്നും പോരാ ചൂതിൽ വിജയിക്കാൻ എന്നായി. ഇനി മറ്റൊരാളാകട്ടെ ഇങ്ങനെ തോറ്റ് ഒടുവിൽ ദ്വാരകയും ശ്രീകൃഷ്ണനും കൂടി പണയപ്പണ്ടമാകും എന്ന് തോന്നുന്നു എന്ന് അട്ടഹസിച്ച് ചിരിച്ചു. പൊതുവെ എരിക്കിൻ പൂവ് പോലെ ചുവന്ന കണ്ണുകളുള്ള ബലരാമന്റെ കണ്ണുകൾ കടും ചുവപ്പ് നിറമായി. മുഖത്ത് രോഷത്തിന്റെ കാളിമ കലർന്നു. അത് കണ്ട എതിർക്കൂട്ടം അപഹസിക്കൽ തുടർന്നു. കലിംഗരാജാവ് തന്റെ പല്ലുകൾ വെളിയിൽ കാട്ടി
അപഹസിച്ച് ഇളിച്ചുകാട്ടി ബലരാമനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അപ്പോഴേക്കും പന്തയം 1,00,000 സ്വർണനിഷ്കമായി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആ കളിയിൽ ബലരാമൻ ജയിച്ചു. എന്നാൽ സഭയിലാകെ രുക്മിയുടെ സുഹൃത്തുക്കളാണ് നിറഞ്ഞിരുന്നത്. അവരെല്ലാം ബലരാമൻ വീണ്ടും തോറ്റു എന്ന് രുക്മി വാദിച്ചതിന് ഒപ്പം നിന്നു. അവസാനം 1 കോടി നിഷ്കം പണയം വെച്ചായി കളി. അതിലും ബലരാമൻ ജയിച്ചു. എന്നാൽ രുക്മി അതുവരെ കേൾക്കാത്ത നിയമാവലികൾ നിരത്തി വീണ്ടും ബലരാമൻ തോറ്റു, ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. കലിംഗരാജാവ് തന്റെ തേറ്റപ്പല്ലുകൾ കാട്ടി ഇളിച്ചു. ചൂതിൽ തോറ്റ് കള്ളം പറയുന്നു എന്ന് രുക്മി അട്ടഹസിച്ചു. കലിംഗരാജാവും ഇതിനെ അനുകൂലിച്ചു. ആ സമയം ഒരു അശരീരി കേട്ടു. മഹാനായ ബലരാമനാണ് ജയിച്ചത്. എന്നിട്ടും രുക്മി അംഗീകരിച്ചില്ല. ഇതിൽ കോപം പൂണ്ട ബലരാമൻ വേലിയേറ്റ നേരത്ത് അലറി വരുന്ന സമുദ്രം കണക്ക് കുതിച്ചുയർന്ന് ക്രോധത്തോടെ ഒരു ഗദയെടുത്തു. രുക്മിയുടെ തലക്കടിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവും മുൻപ് തന്നെ രുക്മിയുടെ തല അവിടെ വീണു ചിതറി. ആപത്ത് മണത്ത കലിംഗരാജാവ് ജീവനും കൊണ്ട് പറക്കാൻ ശ്രമിച്ചു. ക്രുദ്ധനായ ഗരുഡൻ സർപ്പത്തെ എന്നതുപോലെ ബലരാമൻ കലിംഗരാജാവിനെ പിടിച്ചു നിർത്തി. അത്ര നേരവും തന്നെ അപഹസിക്കാനായി തെളിയിച്ചിരുന്ന പല്ലുകൾ മുഴുവൻ തല്ലിക്കൊഴിച്ചു. ആ സഭയിലിരുന്ന് തന്നെ അപഹസിച്ചവരെയെല്ലാം തന്റെ ഗദ കൊണ്ട് താടിച്ച് ബലരാമൻ മിക്കവരെയും അംഗഭംഗം വന്നവരാക്കി. കോലാഹലം കേട്ടെത്തിയ ശ്രീകൃഷ്ണൻ തന്റെ പത്നിക്ക് അപ്രിയമാകുമെന്നോർത്ത് ബലരാമന്റെ പ്രവൃത്തിയെ അനുകൂലിച്ചില്ല. മറിച്ച് ജ്യേഷ്ഠൻ ബലരാമനെ അപ്രിയം വരും എന്നതിനാൽ ആ പ്രവൃത്തിയെ പ്രതികൂലിച്ചതും ഇല്ല. എന്നാൽ തന്റെ മധുര വചസ്സുകൾ കൊണ്ട് അദ്ദേഹം രുക്മിണിയെയും ബലരാമനെയും വിവാഹത്തിനെത്തിയിരുന്ന സർവരെയും ശാന്തരാക്കി. എല്ലാവരും ചേർന്ന് ആഘോഷത്തോടെ നവവധുവുമൊത്ത് ദ്വാരകയിലേക്ക് മടങ്ങി. ഈ കഥ കേട്ടപ്പോൾ പരീക്ഷിത് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മഹർഷേ, ഈ അനിരുദ്ധനെയല്ലേ ബാണാസുരൻ ബന്ധിച്ചതും അതിന്റെ പേരിൽ ശ്രീപരമേശ്വരനും ശ്രീകൃഷ്ണനും തമ്മിൽ ഘോരയുദ്ധമുണ്ടായതും? ആ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ട് ശുകമുനി ആ കഥ പറഞ്ഞു തുടങ്ങി. ബാണാസുരൻ മഹാബലിക്ക് വിദ്യാവലിയിലുണ്ടായ പുത്രനാണ്. ശോണിതപുരം എന്ന നഗരമാണ് ബാണന്റെ വാസസ്ഥലം. ജനിച്ചപ്പോൾ തന്നെ 1000 കൈകളുണ്ടായിരുന്ന ബാണാസുരൻ മഹാശക്തിമാനും ശ്രീപരമേശ്വരന്റെ പരമഭക്തനുമായിരുന്നു. മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് നിർമ്മിച്ച രസലിംഗമായിരുന്നു ബാണാസുരൻ പൂജ ചെയ്തിരുന്നത്. ഭക്തന്റെ പൂജയിൽ സംപ്രീതനായിരുന്ന ശ്രീപരമേശ്വരൻ ഒരിക്കൽ ബാണാസുരനെ കൈലാസത്തിലേക്ക് ക്ഷണിച്ചു. ബാണാസുരൻ അതോടെ അഹങ്കാരം വളർന്നു തുടങ്ങി. ശ്രീപരമേശ്വരന്റെ പ്രിയഭക്തൻ എന്ന അഹങ്കാരം. ഈ ഭക്തന്റെ വെറും കോട്ടക്കാവൽക്കാരനായി ശ്രീപരമേശ്വരൻ മാറിയതെങ്ങനെ? ആ കഥ നാളെ.